നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. PNC മാക്കിൻ്റെ പ്രൊഫഷണലിയുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ആദ്യം വരുന്ന റാങ്കിൽ ആപ്ലിക്കേഷൻ നമ്പർ, കുട്ടികളുടെ പേര്, മാർക്ക് എന്നിങ്ങനെയാണ്. അതിങ്ങനെ 1 by 1 ആയിട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും പ്രധാനമായിട്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് പറയുന്നത് CBSE, ICSE കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിൻ്റെയാണ് കാണാൻ സാധിക്കുന്നത്. ഏകദേശം ഒരു 100 റാങ്ക് മേലെയൊക്കെ വരുന്നതെല്ലാം ആ ഒരു കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിനാണ് വരുന്നത്. ഇടയ്ക്ക് HSCയുടെയും കയറി വരുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഒരു കാരണം എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവർക്കൊരു 10% വെയിറ്റേജും കൂടെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഹയസ്റ്റ് മാർക്ക് പ്ലസ് 10% വെയിറ്റേജ് CBSE, ICSE തുടങ്ങിയിരിക്കുന്ന കാറ്റഗറി ഓഫ് സ്റ്റുഡൻസിന് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു പ്രൊഫഷണലിലുള്ള റാങ്ക് ലിസ്റ്റ് എഗെയിൻ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ 1 by 1 ആയിട്ട് നമ്മൾ പരിശോധിക്കുമ്പം ഒരുപാട് കുട്ടികൾ നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ PNC മാക്കിൽ ഉൾപ്പെട്ട കോളേജുകളുടെ ടോട്ടലി ഉള്ള എണ്ണം നമ്മൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എടുത്തു കഴിയുമ്പോഴത്തേനും 48 കോളേജുകളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് സീറ്റുകളുടെ എണ്ണവും അതിൻ്റെ സൈഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിലേക്കായിട്ടുള്ള അലോട്ട്മെൻറ്റുകൾ വരുമ്പോഴത്തേനും ആദ്യം വരുന്ന കുട്ടികൾക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്രോക്സിമേറ്റ്ലി 2000 എബോവ് ഉള്ള കുട്ടികൾക്ക് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെയധികം കുറവാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു റാങ്ക് ലിസ്റ്റ്, പ്രൊവിഷണലി ഉള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഇവ കൂടാതെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർ മറ്റു അലോട്ട്മെൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടാവാം. LBS, AMCS, FNCK, ജിഗ്മർ മുതലായിട്ടുള്ളത്. അപ്പോൾ അതിൽ കിട്ടുകയാണെങ്കിൽ അവർ ആ വഴി അങ്ങ് പോകും. അപ്പോൾ അവിടെ കുറച്ച് സീറ്റ് കിട്ടും. അപ്പോൾ താഴെ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അവസരം കിട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പം എന്തായാലും ഈ പറയുന്ന PNC മാക്കിൻ്റെ പ്രൊഫഷണലിയുള്ള റാങ്ക് ലിസ്റ്റ് പരിശോധിച്ച് കഴിയുമ്പോൾ ഓൾമോസ്റ്റ് വിദ്യാർത്ഥികൾക്ക് അവരുടെ റാങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഒരു കാര്യത്തിലൂടെ തന്നെ. PNC മാക്കിൻ്റെ മറ്റ് എൻക്വയറിക്കോ അല്ലെങ്കിൽ BSc നഴ്സിംഗിൻ്റെ മറ്റെന്തെങ്കിലും എൻക്വയറിക്കോ ആയിട്ട് താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.